പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അറബിക് ഷോർട്ട് സ്റ്റോറീസിന്റെ 4ാമത്തെ കഥയാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. കഴിഞ്ഞ കഥയുടെ ആമുഖത്തിൽ ചെറിയൊരു പിശക് പറ്റിയിട്ടുണ്ട്. അത് 3ാമത്തെ ബ്ലോക്കിലുള്ള കഥ എന്നാണ് പറഞ്ഞിരുന്നത്. സത്യത്തിൽ അത് 4ാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് കഥയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്തത്. പഠിതാക്കളുടെ സൗകര്യത്തിന് വേണ്ടി പറയുവാണ്, നമുക്കിതിനകത്ത് 8ഓളം കഥകൾ വായിക്കാനുണ്ട്. പക്ഷേ 4 എണ്ണം മാത്രമേ പരീക്ഷയുടെ പോർഷനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നാണ് ഒഫീഷ്യലി അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആ സ്ഥിതിക്ക് ബ്ലോക്ക് 3യിൽ നിന്ന് 2 കഥ നമ്മൾ ഓൾറെഡി വായിച്ചു കഴിഞ്ഞു. ബ്ലോക്ക് 1ൽ നിന്ന് 1 കഥയും വായിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവശേഷിക്കുന്ന ഒരു 4ാമത്തെ കഥയാണ് നമ്മൾക്ക് ഇന്ന് കൈകാര്യം ചെയ്യാനുള്ളത്. കഥയുടെ പേര് ബോൺസായി വറജുൽ അജൂസ്. ബോൺസായി എന്ന മരവും വറജുൽ അജൂസ് സഊദ് സൻഊസി എന്ന വൃദ്ധനായ മനുഷ്യനും. ഇതാണ് കഥയുടെ ടൈറ്റിൽ. ആദ്യം തന്നെ കഥാകൃത്തിനെ ഒന്ന് പരിചയപ്പെടാം. സഊദ് സൻഊസി ഹുവ റുവായി വഖാസ് കുവൈത്തി ഷഹീർ. ഇദ്ദേഹം പ്രസിദ്ധനായ കഥാകൃത്തും നോവലിസ്റ്റുമൊക്കെയാണ്. കുവൈത്തിയാണ്. ഉലിദ ഫി ആം 1981. 1981 ഇദ്ദേഹം ജനിക്കുന്നത്. യഷ്തഹിറു ബി ഉസ്ലൂബിഹി അൽ അദബി അൽ അമീഖ്. തന്റെ വിശിഷ്ടമായ സാഹിത്യ ശൈലി കൊണ്ട് അദ്ദേഹം വളരെ ഫേമസ് ആണ്. വഖുദ്റതിഹി അലാ തനാവുലിൽ ഖളായ അൽ ഇജ്തിമാഇയ്യ വസിയാസിയ്യ ബി ഉസ്ലൂബിൻ മുഅസ്സരിൻ വജദാബ്. സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളെ ആഴത്തിലും ആകർഷകമായും കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ മിടുക്കും ഏറെ പ്രസിദ്ധമാണ്. ഫാസ ബിജായിസത്തിൽ ബൂക്കർ അൽ അറബിയ ഫി ആം 2013 അൻ റിവായത്തിഹി സാഖുൽ ബാംബു. തന്റെ സാഖുൽ ബാംബു എന്ന നോവലിന്റെ പേരിൽ അറബ് ബുക്കർ പ്രൈസ് 2013 അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. അല്ലത്തി തുഅദ്ദു മിൻ അബ്റസി അമാലിഹി. ഈ സാഖുൽ ബാംബു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാന കൃതിയായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. തുർജമത്ത് റിവായത്തുഹു ഇലാ ഇദ്ദത്തി ലുഗാത്തിൻ. ആ നോവലിന്റെ തർജമ അനേകം ഭാഷകളിലേക്ക് സംഭവിച്ചിട്ടുണ്ട്. മിമ്മ അക്സബഹു ഷഹറത്തൻ ആലമിയ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേൾഡ് വൈഡ് ആയിട്ടുള്ള പ്രശസ്തിയും പ്രസിദ്ധിയും നേടി കിട്ടിയിട്ടുമുണ്ട്. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലാണ് നമ്മളിപ്പോൾ കഥാകാരനെ പരിചയപ്പെട്ടത്. ഇനി നമുക്ക് കഥയിലേക്കാണ് കടക്കേണ്ടത്. ഈ കഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, വളരെ വിചിത്രമാണെന്ന് തോന്നിക്കുന്ന ഒരു കഥയാണ്. നമുക്കിത്തരം കഥകളെ മോഡേണിസത്തിൻ്റെയോ പോസ്റ്റ് മോഡേണിസത്തിൻ്റെയോ അലകുകളോടുകൂടിയാണ് വായിക്കാൻ പറ്റുന്നത്. അഥവാ വളരെ ആധുനികോത്തരം എന്ന് പറയാവുന്ന ഒരു കഥയാണ്. കഥാനായകന്റെ ആന്തരിക ലോകം, ചിന്തകൾ, ഓർമ്മകൾ, അസ്തിത്വപരമായ ചോദ്യങ്ങൾ എന്നിവയ്ക്കൊക്കെ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരാധുനിക സാഹിത്യത്തിന്റെ ഭാവവും ശൈലിയുമുള്ള, പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ അനുഭവങ്ങൾക്കും യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു ശൈലിയാണ് ഇദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഇത് പേഴ്സണൽ നെറേറ്റീവായിട്ട് വരുന്ന ഒരു ഓട്ടോബയോഗ്രഫിക്കൽ സ്റ്റോറിയാണെന്ന് പറയാം. ഒരു ഫിലോസഫിക്കലും അനക്ഡോക്റ്റലുമായിട്ടുള്ള ഒരു തലവും ഈ കഥയ്ക്കുണ്ട്. ബേസിക്കലി എക്സിസ്റ്റൻഷ്യലിസത്തിന്റെ ഒരു കളറിങ് നമുക്ക് ഈ കഥയിൽ കാണാൻ പറ്റും. അഥവാ മനുഷ്യന്റെ ഏകാന്തത, ഒറ്റപ്പെടൽ, ജീവിതത്തിന്റെ അർത്ഥം തേടിയുള്ള അലച്ചിൽ, അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, മൗനവും സംസാരവും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ, ഇങ്ങനെ അസ്തിത്വവാദപരമായിട്ടുള്ള ചിന്തകളുമൊക്കെ ബന്ധപ്പെട്ട് കൂടിക്കൊഴിഞ്ഞിരിക്കുന്ന ഒരു കഥയാണിത്. വേണ്ടി വന്നാൽ നമുക്ക് ഒരു സൈക്കോളജിക്കൽ ഫിക്ഷനാണ് എന്ന് പോലും ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും. കാരണം കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥകൾ, വൈകാരിക ഭാവങ്ങൾ, ആന്തരിക സംഘർഷങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇതിനകത്ത് വലിയ പ്രാധാന്യം നൽകപ്പെട്ടിട്ടുണ്ട്. ഇരിക്കട്ടെ, കഥയിലേക്ക് നേരെ കടന്നാൽ ബോൺസായിയും വൃദ്ധനായ സഊദ് സനൂസിയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഒരു ബോൺസായി മരത്തോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തി. പിന്നീട് സഊദ് സനൂസി എന്ന വയോധികനെ കണ്ടുമുട്ടിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആഴത്തിലുള്ള മാറ്റങ്ങൾ, ഇതൊക്കെയാണ് ഈ കഥയുടെ ഇതിവൃത്തം. ഞാൻ ആ നെറേറ്റീവ് പറയുന്നത് പോലെ തന്നെ കഥ പറഞ്ഞു പോകാം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്വന്തമാക്കിയ ഒരു ബോൺസായി മരമുണ്ട്. അതിന് 70 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് ഇറക്കുമതി ചെയ്ത രാജ്യത്ത് നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 50 സെന്റിമീറ്ററിൽ അല്പം മാത്രം ഉയരമുള്ള ആ മരം ഇടതൂർന്നും കടും പച്ച നിറത്തിലും ഇലകളാൽ സമൃദ്ധമായിരുന്നു. കാലം ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും അതിന്റെ തായ്തടി വളഞ്ഞതും പുറന്തൊലികൾ, മുഴകളും വരമ്പുകളും ഉണ്ടായിരുന്നതായിട്ടും അതിപ്പോഴും ആരോഗ്യത്തോടെ തല ഉയർത്തി നിൽക്കുന്നുണ്ട്.
ഞാൻ അതിന് അസാധാരണമാം വിധം ശ്രദ്ധ നൽകിയിരുന്നു. പതിവായി വെള്ളം നനച്ചും കൊമ്പുകൾ വെട്ടിയൊതുക്കിയും ഇടയ്ക്കിടെ സൂര്യപ്രകാശം ഏൽപ്പിക്കാൻ വെച്ചും ഞാൻ അതിനെ പരിചരിച്ചു. അതിലുപരി എൻ്റെ മനസ്സിലെ വിഷമങ്ങളും ചിന്തകളും ഞാൻ അതിനോട് തുറന്നു പറയാൻ തുടങ്ങി. എൻ്റെ ഓരോ വാക്കുകളും അത് ശ്രദ്ധാപൂർവം കേട്ടു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഒരു മറുവാക്ക് പോലും അത് എന്നോട് തിരിച്ചു പറഞ്ഞില്ല. ഈ ബോൺസായി എത്ര രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാകും, എത്ര തുറമുഖങ്ങൾ കടന്നിട്ടുണ്ടാകും. എൻ്റെ മുറിയിലെ ഈ കോണിൽ സ്ഥാനം പിടിക്കുന്നതിന് മുമ്പ് എത്ര നഴ്സറികളിൽ അത് വളർന്നിട്ടുണ്ടാകും, എത്ര കഥകൾ അത് കേട്ടിട്ടുണ്ടാകും. അതിൻ്റെ തായ്തടിയിലെ ആഴത്തിലുള്ള വേരുകളിൽ എത്ര രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും. അത് അതിജീവിച്ച 70 വർഷങ്ങൾക്കിടെ എത്രയെത്ര ചരിത്ര സംഭവങ്ങൾ അതിൻ്റെ വേരുകളിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടാകും. അത് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു. ഇതൊക്കെ എനിക്ക് കേൾക്കാമല്ലോ. അതിൻ്റെ കഥകൾ കേൾക്കാനും രഹസ്യങ്ങൾ അറിയാനും ഞാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ ബോൺസായിക്ക് നാവില്ലല്ലോ. ഓരോ മനുഷ്യനും തന്നെ കേൾക്കാൻ ഒരു കാതുണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ബോൺസായി വേണ്ടതിലധികം എന്നെ കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ അതിൻ്റെ നിശബ്ദതയ്ക്ക് പിന്നിലുള്ള നിഗൂഢത എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. എൻ്റെ മരവുമായുള്ള ബന്ധം ഇങ്ങനെ തുടർന്നു പോരുകയാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ അതിന് വെള്ളം നൽകി. എല്ലാ ദിവസവും എൻ്റെ കഥകളും ചോദ്യങ്ങളും അതിനു മുന്നിൽ ഞാൻ പങ്കുവെച്ചു. എന്നിട്ടും എൻ്റെ ദാഹം ശമിക്കാൻ, എന്നെ വാക്കുകൾ കൊണ്ടൊന്ന് നനയ്ക്കാൻ ആരെങ്കിലും വേണമെന്ന് ഞാൻ കൊതിച്ചു. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിയത്. 70 വയസ്സുകാരനായ ഒരു മനുഷ്യൻ. എൻ്റെ ബോൺസായിയുമായി എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് സാമ്യമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ബോൺസായിയുടെ അത്രയും നിശബ്ദതയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ചെറിയ ശരീരം, കാലം മുഖത്ത് വരച്ച ചുളിവുകൾ, ഇടതൂർന്ന മുടി, അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ആദരവിന്റെ പ്രഭാവലയം, ഈ വിശദാംശങ്ങളെല്ലാം അദ്ദേഹത്തെ എൻ്റെ ബോൺസായിയുടെ തനിപ്പകർപ്പാക്കി മാറ്റി. ബോൺസായിയുടെ ശാഖകളും ചില്ലകളും പുറം തൊലിയിലെ മുഴകളും വരമ്പുകളും കാലം എത്ര കഴിഞ്ഞിട്ടും ഇടതൂർന്നതും കടും പച്ച നിറമുള്ളതുമായ ഇലകളും വ്യത്യസ്ത ഭൂമിയിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത അതിൻ്റെ വേരുകളും പല ഘട്ടങ്ങൾ കണ്ട ജീവിതവും എല്ലാം 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 അദ്ദേഹത്തിൽ പ്രതിഫലിച്ചു. അദ്ദേഹത്തെ പരിചയപ്പെട്ടതിനു ശേഷം ഞാൻ എൻ്റെ മരത്തെ അവഗണിക്കാൻ തുടങ്ങി പതുക്കെ. പിന്നീട് ഞാൻ അധികം സംസാരിച്ചതേയില്ല. പകരം അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതോർക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ചിത്രങ്ങളും സുഗന്ധങ്ങളും ശബ്ദങ്ങളും ഓർമ്മകളും നിറഞ്ഞും തുളുമ്പിയിരുന്നു. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ മയങ്ങിപ്പോകുമായിരുന്നു. സാഹിത്യം, ശാസ്ത്രം, ചരിത്രം, മതങ്ങൾ, തത്വചിന്ത, അങ്ങനെ അദ്ദേഹം സംസാരിക്കാത്ത ഒരു വിഷയവും ഉണ്ടായിരുന്നില്ല. എന്നെ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പണ്ട് ജീവിച്ചിരുന്ന ആളുകളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. അവരൊക്കെ കടന്നുപോയെങ്കിലും ആ കാലഘട്ടങ്ങളിലെ വ്യക്തികൾക്കെല്ലാം ഒരു സാക്ഷിയായി അദ്ദേഹം എന്നോടൊപ്പം തുടർന്നു. ഞാൻ വായിക്കുകയും കേൾക്കുകയും ചെയ്തിരുന്ന കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം ജീവൻ നൽകി. അവരുടെ പേരുകൾ പറയുമ്പോഴെല്ലാം അദ്ദേഹം തൻ്റെ ആത്മാവ് അവരിൽ പകർന്നു. അങ്ങനെ അവർ എൻ്റെ മുന്നിൽ പഴയ കാലഘട്ടങ്ങളെ ചുമലിലേറ്റി പ്രത്യക്ഷപ്പെട്ടു. വ്യത്യസ്ത സമയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തിന് വ്യത്യസ്ത ഭാവങ്ങൾ കൈവന്നു. പിന്നീട് പെട്ടെന്ന് അദ്ദേഹം തന്റെ യുവത്വത്തിലേക്ക് മടങ്ങി പഴയ ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ തന്റെ ദയനീയമായ ബാല്യത്തെക്കുറിച്ച് പറയുമ്പോൾ സങ്കടകരമായ ഒരു നോട്ടവും കൃത്രിമമായ ഒരു ചിരിയും വിരിഞ്ഞ ഒരു കുട്ടിയുടെ ഭാവം അദ്ദേഹത്തിൽ പ്രത്യക്ഷമായി. പക്ഷേ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ച് കൗമാരത്തിലെ വികൃതികൾ നിറഞ്ഞ ഒരു തമാശ നിറഞ്ഞ സംഭവം വിവരിക്കാൻ തുടങ്ങി. പിന്നെ പെട്ടെന്ന് അദ്ദേഹം നിശബ്ദനായി. അദൃശ്യമായ വാക്കുകൾ വായിക്കുന്നത് പോലെ ശൂന്യതയിലേക്ക് നോക്കി നിന്നു. ഞാനും അദ്ദേഹത്തെ പോലെ ശൂന്യതയിലേക്ക് നോക്കി. പക്ഷെ അദ്ദേഹം വായിക്കുന്ന ശൂന്യതയുടെ ഭാഷ എനിക്ക് മനസ്സിലായില്ല. പിന്നീട് നിശബ്ദ നിമിഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ശബ്ദം എന്നിലേക്ക് ശാന്തത പകർന്നു. ചരിത്രം, ഓർമ്മയുടെ താളുകളിൽ കുറിച്ച കാര്യങ്ങൾ അദ്ദേഹം ഉച്ചത്തിൽ വായിക്കാൻ തുടങ്ങി. ഈ മഹാനായ മനുഷ്യന്റെ സാന്നിധ്യത്തിൽ എനിക്ക് സംസാരിക്കാനേ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ജീവിതകഥയിലൂടെ ഞാൻ കാലത്തിന്റെ ആഴങ്ങളിലേക്ക് യാത്ര ചെയ്തു. അദ്ദേഹം എൻ്റെ മാനസിക സന്തുലിതാവസ്ഥ വീണ്ടെടുത്തു. എൻ്റെ ദാഹിച്ച മനസ്സിലേക്ക് വാക്കുകൾ കൊണ്ട് അറിവിൻ്റെ പെരുമഴ പെയ്തിറക്കി. ആ കഥകളുമായി എൻ്റെ മുറിയിലേക്ക് ഞാൻ മടങ്ങി. ഞാൻ അവഗണിച്ച എൻ്റെ ബോൺസായി മരത്തിൻ്റെ മുന്നിലിരുന്ന് ഞാൻ കേട്ട കഥകൾ അതിനോട് പറഞ്ഞു. അതിൻ്റെ ഭൂതകാലം ഓർമ്മിപ്പിച്ചു. ഞാൻ അവഗണിച്ചതിനു ശേഷം അതിൻ്റെ കൊമ്പുകളിൽ പുതിയ ഇലകൾ തളിർത്തതായി കാണാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിയുന്തോറും ആ രണ്ടും, അഥവാ ബോൺസായിയും അൽ സനൂസിയും എനിക്ക് ഒന്നായി തീർന്നു. ഒരു ഇതിഹാസ ജീവിയെ പോലെ ഒരു പകുതി മരവും മറ്റേ പകുതി മനുഷ്യനുമായി അവർ രണ്ടും എന്നിൽ ലയിച്ചു ചേർന്നു. അങ്ങനെ ഞാൻ അവനെ ബോൺസായി എന്ന് വിളിക്കണോ അതോ സനൂസി എന്ന് വിളിക്കണോ എന്ന് തീരുമാനിക്കാൻ കഴിയാതെ കുഴഞ്ഞുപോയി. നോക്കൂ, ഇതാണ് കഥ. കുറച്ച് സുദീർഘമാണ്, ഒരു പക്ഷേ ഒന്നും മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല ആർക്കും. പക്ഷെ ഞാൻ ഇനി പറയാൻ പോകുന്നൊരു പോയിന്റ്
നന്നായി മനസ്സിലാക്കിയതിനു ശേഷം ഒന്നുകൂടെ കഥ കേട്ടാൽ എല്ലാം വ്യക്തമാവും. ഈ കഥയുടെ പേര് മോൺസായിയും സൗദ് അൽ സനൂസിയും എന്നാണല്ലോ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും, ഈ കഥാകൃത്തിന്റെ പേരും സൗദ് അൽ സനൂസി എന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ കഥാകൃത്ത് തന്നെയാണ് ഇതിലൊരു കഥാപാത്രമാക്കിയിരിക്കുന്നത്, ഒരു വിചിത്രമായ കഥാപാത്രം. സത്യത്തിൽ അദ്ദേഹം വളരെ ഒറ്റപ്പെട്ട ഏകാന്തമായ ഒരു ജീവിതം നയിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ കഴിയും. ആയുസിന്റെ അങ്ങേ തലക്കെത്തിയിട്ടുമുണ്ട്. കൂടെ നിർത്തി സംസാരിക്കാനോ തലയൊന്ന് ചായ്ച്ചു വെക്കാനോ സങ്കടങ്ങൾ പങ്കുവെക്കാനോ ആരും തന്നെ കൂടെയില്ലാത്ത ഒരു പാവം മനുഷ്യൻ. ആകെയുള്ളത് താൻ പൊന്നുപോലെ നോക്കി വളർത്തുന്ന ഒരു ചെറു മരമാണ്. ആ മരത്തോട് സംസാരിക്കുന്നതിലൊരു പരിധിയുണ്ടല്ലോ, അതിൽ നിന്നൊന്നും തിരികെ കേൾക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഒടുവിൽ തൻ്റെ തന്നെ ഒരു പ്രതിബിംബം തന്നോട് സംസാരിക്കുന്നതായി അദ്ദേഹം വിഭാവന ചെയ്യുകയാണ്. ഒരു പ്രത്യേകതരം സൈക്കോളജിക്കൽ ഫിക്ഷനായിട്ട് ഇതിനെ കണ്ടാൽ മതി. വളരെ ഏകാന്തതയിൽ തൻ്റെ തന്നെ ഒരു പ്രതിബിംബം തന്നോട് സംസാരിക്കുന്നതായിട്ടും തൻ്റെ ബാല്യം, കൗമാരം, യൗവനം തുടങ്ങിയവയെക്കുറിച്ചെല്ലാം അയവർക്കുന്നതായിട്ടും അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അഥവാ തൻ്റെ തന്നെ ഭൂതകാലത്തിലേക്ക് അദ്ദേഹം ആഴ്ന്നിറങ്ങുകയാണ്. അവിടെ സിംബോളിക്കലായിട്ട് ബോൺസായി മരം വരുന്നുണ്ട്. ഈ പ്രതിബിംബത്തിന്റെ വയസ്സിന്റെയും പ്രായത്തിന്റെയും രൂപമാറ്റങ്ങൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ പലതുമുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തൻ്റെ തന്നെ വിഷാദവും ഏകാന്തതയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന മാനസികാവസ്ഥയെ അക്ഷരങ്ങളിലൂടെ കോറിയിട്ട് വായനക്കാരനെ തീപിടിപ്പിക്കാനുള്ള ശ്രമമാണ് ഇദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. ആസ്വദിച്ച് വായിക്കുകയാണെങ്കിൽ രസകരവും ചിന്തോദ്ദീപകവുമാണ്. ഒരു നാൾ നമ്മളും ആ പ്രായത്തിലേക്ക് എത്തും. അന്ന് കൂടെ ആരുമില്ലാതെ വന്നാൽ സമാനമായ മാനസികാവസ്ഥ എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കാനും ഒരുപക്ഷെ നമുക്ക് സാധിച്ചെന്ന് വരാം. കഥ വളരെ വിശദമായി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ടെക്സ്റ്റ് സംഗ്രഹിച്ച് അതിൻ്റെ അർത്ഥം പറയാനുള്ള ശ്രമമാണ് അടുത്തതായി നടത്തുന്നത്. യസിഫുൽ കാത്തിബു ഫി ഹാദിഹിൽ ഖിസ്സ അലാഖതഹു അൽ ഫരീദ ബിഷജറത്തിൻ ബോൺസായി. ഈ കഥയിൽ ഈ എഴുത്തുകാരൻ തന്റെ ബോൺസായി മരവുമായിട്ടുള്ള ഏകാന്തവും സവിശേഷവുമായ ഒരു ബന്ധത്തെയാണ് വിവരിക്കാൻ ശ്രമിക്കുന്നത്. ഇഖ്തനഹ മുൻദു സനവാത്തിൻ, വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ആ മരം സ്വന്തമാക്കിയത്. തജാവദ ഉംറുഹ അസ്സബഈന ആമൻ, ഇതിന് ഏകദേശം ഒരു 70 വയസ്സ് കടന്നിട്ടുണ്ടാകണം. കാനത്ത് അഷ്ജറ ബിസ്ഹഹത്തിൻ ജദീദ, ആ മരം ഇപ്പോഴും വളരെ ആരോഗ്യത്തോടെയാണ് ഇരിക്കുന്നത്. റഹിമ തഖവ്വുസി ജുസ്ഇഹ, അതിന്റെ തായ്തടി വളഞ്ഞിരിക്കുകയാണ്. വതഅറുജാതി ലിഹാഇഹ, അതിന്റെ പുറംതൊലികളെല്ലാം ചുളിവുള്ളതാണ്. എന്നിട്ടും ആ മരത്തിന് നല്ല ആരോഗ്യമുണ്ട്. വഖദ് ഔലാഹൽ കാതിബ് ഇഹ്തിമാമൻ ബാലിഗൻ, എഴുത്തുകാരൻ അതിന് അമിതമായ ശ്രദ്ധ നൽകിയിട്ടുണ്ടായിരുന്നു. ലം യഖ്തസിറു ഇഹ്തിമാമുഹു അലാ റിആയതിഹ അൽ മാദിയ മിൻ റയ്യിൻ വതസ്ദീബിൻ, ആ മരത്തോടുള്ള അദ്ദേഹത്തിന്റെ ശ്രദ്ധ വെള്ളം നനയ്ക്കുന്നതിലോ കൊമ്പുകളൊക്കെ മുറിച്ച് സെറ്റ് ചെയ്യുന്നതിലോ മാത്രം ഒതുങ്ങിയിരുന്നില്ല. ബൽ തജാവദ ദാലിക ഇലാ മുഖാതബതിഹ, മറിച്ച് അദ്ദേഹം അതിനോട് സംവദിച്ചുകൊണ്ടിരുന്നു. വൽ ബൂഹിലഹ, അതിനോട് തുറന്നു പറഞ്ഞു. ബികുല്ലി മാ യദൂറു ഫീ ഖൽബിഹി മിൻ ഹമൂമിൻ വഅസ്റാറിൻ, അദ്ദേഹത്തിന് മനസ്സിലടങ്ങിയിരിക്കുന്ന എല്ലാ സങ്കടങ്ങളും രഹസ്യങ്ങളും ആ മരത്തോട് അദ്ദേഹം പങ്കുവച്ചു. കാനത്ത് ബോൺസായി തുസ്ആ ഇലൈഹി ബിസുമത്തിൻ, ബോൺസായി പക്ഷേ നിശബ്ദമായി അദ്ദേഹത്തിന് കാതോർത്തു. വഹാദ സുംതു ദഫഉഹു ഇല തസാഉലി അൻ അദദിൽ ബുൽദാൻ വൽ മവാനിഅ അല്ലതി അബറതഹാ അഷ്ജറ, ഈ മൗനം എഴുത്തുകാരനെ കൊണ്ട് പലതും ചിന്തിപ്പിച്ചു. എത്ര രാജ്യങ്ങളിലൂടെയും തുറമുഖങ്ങളിലൂടെയും ഈ മരം സഞ്ചരിച്ചിട്ടുണ്ടാകും. വഅനിൽ ഹികായത്തില്ലത്തി തുഖ്ഫീഹ തജായിദുഹ, അതിന്റെ ചുളിവുകളിൽ എത്ര കഥകളും രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടാകും. വൽ അഹ്ദാസില്ലത്തി ആശതഹ ഖിലാല 70 ആമൻ, 70 വർഷത്തെ ജീവിതത്തിനിടയിൽ എത്ര സംഭവങ്ങൾക്കത് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ പലതും അദ്ദേഹം ചിന്തിച്ചു. വറഗിമ ഹാജതിഹി അൽ മാസ്സ ഇല ഉദ്നിൻ സാഗിയ, കേൾക്കാൻ ഒരു കാത് വളരെ അത്യാവശ്യമാണ് എന്ന് തോന്നിയിട്ടും ഇല്ല അന്ന സുംതൽ ബോൺസായി അർഹഖഹു വഅസാറ ഫുലൂല, ബോൺസായിയുടെ നിശബ്ദത അദ്ദേഹത്തെ വല്ലാതെ ക്ഷീണിപ്പിക്കുകയും കൗതുകമുണർത്തുകയും ചെയ്തു. അതായത് താൻ പറയുന്നതൊക്കെ കേൾക്കാൻ ഒരാൾ വേണം, അത് ഈ ബോൺസായി മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അപ്പോഴും അതിനപ്പുറം തിരിച്ചു സംസാരിക്കുന്ന ആരെങ്കിലും വേണമെന്ന ആഗ്രഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇസ്തമറത് അലാഖാതുഹു ബിഷജറ അല ഹാദ നഹ്വ്, ഈ സ്വഭാവത്തിൽ തന്നെ ആ മരവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം തുടർന്നു പോന്നു. യസ്ഖീഹ അൽ മാഅ മറത്തൻ ഫിൽ ഉസ്ബൂ, ആഴ്ചയിൽ ഒരിക്കൽ അതിന് വെള്ളം കൊടുത്തു. വയുഗ്ദഖു അലൈഹ യൗമിയൻ മിൻ ഹികായതിഹി വതസാഉലാതിഹി, എല്ലാ ദിവസവും തന്റെ കഥകളും ചോദ്യങ്ങളും അതുമായി പങ്കുവെച്ചുകൊണ്ടിരുന്നു. ലാക്കിൻ അതശഹു ലികലിമാത്തിൻ വല്ല ഖായിമ, പക്ഷെ എന്നിട്ടും വാക്കുകൾ കേൾക്കാനായുള്ള അദ്ദേഹത്തിന്റെ ദാഹം ശമിക്കാതെ ബാക്കിയായി. തഗയ്യറ ഹാദൽ ഹാൽ ഇൻദമാ ഇൽതഖ ബിറജുലിൻ ഫി 70
മിൻ ഉംരിഹി. ഈ ഒരു അവസ്ഥയിൽ മാറ്റം വന്നത് 70 വയസ്സുള്ള ഒരാളെ കണ്ടുമുട്ടിയപ്പോഴാണ്. യുഷ്ബിഹു ഷജറത ബോൻസായി ഫീ കുല്ലി ഷൈഇൻ ഇല്ലാ സുംതഹ. എല്ലാ കാര്യത്തിലും, നിശബ്ദതയുടെ കാര്യം ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഈ മനുഷ്യൻ ബോൺസായിയെ പോലെ തന്നെ ഇരുന്നു. കാന റജുലു സഗീർ അൽ ഹജ്ം. ചെറിയ ശരീരമുള്ള ആളായിരുന്നു അദ്ദേഹം. മഹ്ഫൂർ അൽ വജ്ഹി ബിഖുതൂത്തി സമൻ. കാലം മുഖത്ത് വരച്ച ചുളിവുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഖഫീഫ് അഷ്ശാർ. ഇടതൂർന്ന മുടികൾ ഉണ്ടായിരുന്നു. യുഹൈതു ബിഹി ഹാലത്തുൻ മിനൽ ഹൈബ. ആദരവിന്റെ ഒരു പ്രഭാവലയം അദ്ദേഹത്തിന് ചുറ്റുമുള്ളതായി തോന്നുമായിരുന്നു. ഫകാന സൂറത്തൻ ഹയ്യത്തൻ ലിൽ ബോൻസായി. ബോൻസായിയുടെ ഒരു ജീവനുള്ള ചിത്രം പോലെയാണ് അദ്ദേഹത്തെ തോന്നിപ്പിച്ചിരുന്നത്. മുൻദു ദാലിക ലിഖാ. ഈ കണ്ടുമുട്ടലിന് ശേഷം ഇഹ്തമലൽ കാതിബു ഷജറത. കഥാകാരൻ മരത്തെ അവഗണിക്കാൻ തുടങ്ങി. വഅസ്ബഹ യുൻസിതു ലികലിമാത്തി റജുലി ബദലൻ മിനൽ കലാം. മാത്രമല്ല, സംസാരിക്കുന്നതിന് പകരം ഇപ്പൊ കണ്ടുമുട്ടിയ മനുഷ്യനെ കേൾക്കുക എന്നത് അദ്ദേഹത്തിന്റെ ശീലമായി മാറി. കാനത്ത് കലിമാതുഹു തഹ്മലു സൂറൻ വറായിഹ വഅസ്വാത. ഈ മനുഷ്യന്റെ വാക്കുകളിൽ ചിത്രങ്ങളും സുഗന്ധങ്ങളും ശബ്ദങ്ങളും ഓർമ്മകളുമെല്ലാം നിറഞ്ഞു നിന്നിരുന്നു. വതഅഖുദു സാമിഅ ഫീ റിഹലാത്തിൻ ഇബ്റൽ അദബ് വൽ ഇൽം വത്താരീഖ് വൽ അദിയാൻ വൽ ഫൽസഫ. സാഹിത്യം, ശാസ്ത്രം, ചരിത്രം, മതങ്ങൾ, തത്വചിന്ത എന്നിവയിലൂടെയെല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രോതാവിനെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കാന യുഈദു ഇഹ്യാ ശഖ്സിയാത്തിൻ താരീഖിയ. ചരിത്ര പുരുഷന്മാരെ അല്ലെങ്കിൽ ചരിത്ര വ്യക്തിത്വങ്ങളെ പലരെയും ജീവനോടെ മടക്കിക്കൊണ്ടു വന്നു. അറഫഹ ഔ ഖറഅ അൻഹൽ കാത്തിബ്. അതായത് നേരത്തെ തന്നെ കഥാകാരൻ വായിക്കുകയോ കേൾക്കുകയോ ചെയ്തിരുന്ന പല കഥാപാത്രങ്ങളെയും ചരിത്ര പുരുഷന്മാരെയും ഇയാൾ മടക്കിക്കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഓർമ്മയിൽ കൊണ്ടുവന്നു. ഫയൻഫഖു ഫീഹാ മിൻ റൂഹിഹി കുല്ലമാ ദക്കറ ഇസ്മഹ. ഓരോരുത്തരുടെയും പേരുകൾ പറയുമ്പോൾ അവരിലേക്ക് തന്റെ ആത്മാവ് പകരുന്നത് പോലെയായിരുന്നു. ഫതൽഹറു അമാമഹു ഹയ്യത്തൻ ബികുല്ലി മാലിയ. അങ്ങനെ അവർ എഴുത്തുകാരന്റെ മുന്നിൽ അവരുടെ ഭൂതകാലവുമായി ജീവസുറ്റ സ്വഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടു. വതതഗയ്യറു മലാമിഹ വജ്ഹിഹി മഅ കുല്ലി ഹഖബത്തിൻ യർവീഹ. വ്യത്യസ്ത കാലഘട്ടങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വ്യത്യസ്ത ഭാവങ്ങൾ മിന്നിമറഞ്ഞു. ഫയഊദു ഷാബൻ തറ. ചിലപ്പോൾ അദ്ദേഹം യുവാവായി മാറി. വതാറത്തൻ തിഫ്ലൻ. ചിലപ്പോൾ കുഞ്ഞു കുട്ടിയായി മാറി. ബിനദറത്തിൻ ഹസീന. ദുഃഖസാന്ദ്രമായ ഒരു മുഖഭാവത്തോടെ. വഇബ്തിസാമത്തിൻ മുഖ്തലിബത്തിൻ. കൃത്രിമമായ അല്ലെങ്കിൽ നിർബന്ധിതാവസ്ഥയിൽ ചിരിക്കേണ്ടി വരില്ലേ, അങ്ങനെ ഒരു ചിരിയും പടർത്തിക്കൊണ്ട്. അതെപ്പോഴാണ് ഇങ്ങനെ കുട്ടിയുടെ ഭാവം വരുന്നത്? ഇൻദൽ ഹദീസി അൻ തുഫൂലത്തിഹി അൽ ബായിസ. തന്റെ ദയനീയമായ ബാല്യത്തെക്കുറിച്ച് പറയുമ്പോഴായിരിക്കും ഒരു കുഞ്ഞിന്റെ ഭാവം അദ്ദേഹത്തിന് വരുന്നത്. തുമയൻ ഫജ്റു ലാഹികൻ. പിന്നെ അദ്ദേഹം പെട്ടെന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. ഇന്ദ സ്വർദിൻ മവാഖിഫ ത്വരീഫത്തിൻ മിൻ മറാഹഖതിഹി. തന്റെ കൗമാര്യത്തിലെ ധാരാളം തമാശകളും എടുത്തുചാട്ടങ്ങളും അതൊക്കെ പറയുമ്പോൾ നല്ല പൊട്ടിച്ചിരിയും ഒക്കെ ആയിട്ട് മാറും. ശരിക്കും പറഞ്ഞാൽ ഓരോ കഥകൾ അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോഴും അതിനനുസരിച്ചുള്ള മുഖഭാവം അദ്ദേഹത്തിൽ മിന്നിമറിഞ്ഞിരുന്നു. കാന ഹാദ റജുലു തവാസുനൻ ലിൽ കാത്തിബ്. അങ്ങനെ ഈ മനുഷ്യൻ എഴുത്തുകാരന് ഒരു ത്രാസായിട്ട് മാറി. യർവി അത്തഷഹു ലിൽ ഹക്കായത്തി വൽ മഅരിഫ. തന്റെ കഥകൾക്കും തന്റെ വിവരം അറിവിനുമൊക്കെ അദ്ദേഹം ഒരു ദാഹശമിനിയായിട്ടും മാറി. വഇൻദമാ യഊദുൽ കാത്തിബു ഇലാ അർഫതിഹി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് സംസാരം കഴിഞ്ഞിട്ട് ഈ എഴുത്തുകാരൻ തന്റെ മുറിയിലേക്ക് വരുമ്പോൾ മുഹമ്മലൻ ബിത്തിൽകൽ ഖസസ്. അതായത് ഈ കഥകളൊക്കെ ഇങ്ങനെ പേറി കുറെ കഥകളൊക്കെ കേട്ടില്ലേ, അതൊക്കെ ആയിട്ട് തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ കാന യർവിഹ ലിൽ ബോൻസായി അൽ മുഹ്മല. അത് മുഴുവൻ അദ്ദേഹം ആ ബോൺസായിയോട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. ഫതഊദു ഇലൈഹൽ ഹളറതു ബഅദ ദുബൂലിൻ. അപ്പോഴേക്കും ഉണങ്ങി തുടങ്ങി അതിന്റെ കൊമ്പുകളിൽ വീണ്ടും പച്ചപ്പ് കിളിർക്കാൻ തുടങ്ങും. വമഅ മുറൂറിൽ അയാം. അങ്ങനെ നാളുകൾ കടന്നുപോയി. തവഹദത് അൽ ബോൻസായി വറജുൽ അജൂസ് ഫി ദാഖിലിഹി. ഈ ബോൺസായിയും ഈ വൃദ്ധനായ മനുഷ്യനും തന്റെ ഉള്ളിൽ ഒന്നു തന്നെയായി മാറി, അഥവാ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ലയിച്ചു ചേർന്നു. വസാറ മഖ്ലൂക്കൻ അസ്തൂരിയ. ഒരു അമാനുഷിക ജീവിയെ പോലെ. നിസ്ഫുഹു ഷജറത്തുൻ വ നിസ്ഫുഹു ഇൻസാനുൻ. അതിന്റെ പകുതി ഭാഗം മനുഷ്യനാണ്, പകുതി ഭാഗം ഒരു മരമാണ്. അങ്ങനെയായി തീർന്നു. ഹത്ത ബാത്തൽ കാത്തിബുലായദ്രി. ഒടുക്കം കാത്തിബിന് തന്നെ അറിയാതായി. എന്ത്? അയുനാദീഹ ബോൺസായി. ഇതിനെ ഇപ്പൊ ബോൺസായി എന്നാണോ വിളിക്കേണ്ടത്? അം യുഹാത്തിബുഹ ബി ഇസ്മി റജുൽ. അല്ല, ആ മനുഷ്യന്റെ പേരിലാണോ ഇതിനെ വിളിക്കേണ്ടത് എന്ന കാര്യം തിട്ടമില്ലാതെ എഴുത്തുകാരൻ തന്നെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഇതാണ് കഥ. ഇൻഷാ അല്ലാഹ് ഈ പാഠഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള
ചോദ്യോത്തരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതിനു മുമ്പ് ഈ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് വരിക. അവിടെ ഇതിൻ്റെ PDF-ഉം യൂട്യൂബ് ലിങ്കുകളും ഒക്കെ ലഭ്യമാണ്. നന്നായി പഠിക്കാൻ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.